Hi friends, this is Creations by Tahi എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു യോഗ് ഡിസൈൻ ആണ് കേട്ടോ ചെയ്യുന്നത്. നെക്കും യോക്കൊക്കെ കവറായി വരുന്ന രീതിയിലുള്ള വർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാറ്റേൺ ഇവിടെ ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത് കേട്ടോ. നല്ലൊരു ബോട്ട് നെക്കാണ് കൊടുത്തേക്കുന്നത്. ബോട്ട് നെക്കിൻ്റെ താഴത്തായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ റൗണ്ട്സും ലീവ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റൗണ്ട്സിൽ നമ്മൾ 3 ലെയറായിട്ട് ഫ്ലവർ ചെയ്യുന്നുണ്ട്. താഴെ നമ്മളൊരു സ്റ്റെമ്മും 2 ലീഫും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ നെക്ക് ചുറ്റും ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്കിന് താഴത്തായിട്ട് ഒരു ലെയർ, അതിന് താഴത്തായിട്ട് ഒരു ലെയർ, അങ്ങനെ യോഗ് ഫുള്ളും കവറായി വരുന്ന രീതിയിലാണ് ഈ വർക്ക് ചെയ്യുന്നത് കേട്ടോ. വളരെ ഈസിയാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിത് നമ്മുടെ മെറ്റീരിയൽ മാർക്ക് ചെയ്തിട്ടുണ്ടേ, കാണിച്ചു തരാവേ. ഓക്കെ, അപ്പോൾ ഞാനിതുപോലെ മെറ്റീരിയൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബോട്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് താഴേക്ക് ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലവേഴ്സും സ്റ്റെമ്മ് ലീഫും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ 2 കളർ കട്ട് ബീഡ്സ് ആണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇതുപോലുള്ള റെഡ് കളർ കട്ട് ബീഡ്സും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രീനാണ്. അപ്പോൾ റെഡ് കളർ കട്ട് ബീഡ്സ് വെച്ച് നമ്മൾ ഫ്ലവേഴ്സ് ചെയ്യുന്നുണ്ട്. താഴെ നമ്മൾ സ്റ്റെമ്മും ലീഫും ചെയ്യുന്നത് ഗ്രീൻ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ്. നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബിഗിനേഴ്സ് ആണെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. പിന്നെ ഞാനിത് മാർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പെൻസിൽ എന്ന് പറയുമ്പോൾ അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് കേട്ടോ. ഈ പെൻസിലിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതും ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ട ത്രെഡ് എന്ന് പറയുമ്പോൾ നോർമൽ സ്വിങ് ത്രെഡാണ് എടുത്തേക്കുന്നത്. നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ജോർജറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വർക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഫസ്റ്റ് റൗണ്ടിൽ നമ്മളിതുപോലെ ഒരു കട്ട് ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. 3 ലെയറായിട്ടാണ് നമ്മൾ ഈ ഫ്ലവർ ചെയ്തെടുക്കുന്നത്. വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എന്ത് ചെയ്താലും ഇടയ്ക്ക് ലോക്ക് സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. വർക്കിന് നല്ല കറക്റ്റ് നല്ല ഷേപ്പ് കിട്ടാനും ഫിക്സ് ആയിട്ടിരിക്കാനും ലോക്ക് സ്റ്റിച്ച് കൊടുക്കാൻ വിട്ടു പോകരുതേ. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമുക്ക് ഫ്ലവർ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സെൻറ്ററിൽ ഞാനൊരു റൗണ്ട് കട്ട് ബീഡ് വെച്ചിട്ടുണ്ട്. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ 5 കട്ട് ബീഡ് എടുത്തിട്ടുണ്ട്. ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 കട്ട് ബീഡ് എടുത്തിട്ടുണ്ട്. അതിന് ലോക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴത്ത് വരുന്ന ഏറ്റവും ടോപ്പായിട്ട് വരുന്നത് നമ്മൾ ഒരു 17 കട്ട് ബീഡ് കൊടുത്തിട്ടുണ്ട്. അവിടെയും ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലോക്ക് സ്റ്റിച്ച് കൊടുക്കാൻ മറന്നു പോകരുതേ. ഇനി നമുക്ക് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് സ്റ്റെമ്മ് ചെയ്യാം കേട്ടോ. അതിന് നമുക്ക് ഗ്രീൻ കളർ കട്ട് ബീഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്.
ഓക്കെ, ഇതുപോലെ സ്റ്റെമ്മ് കൊടുത്താൽ പിന്നെ നമുക്ക് ലീഫ് കൊടുക്കാം കേട്ടോ. ലീഫ് 2 കട്ട് ബീഡ് വീതം കൊടുത്താൽ പോകുന്ന കേട്ടോ. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ തന്നെയാണ് നമുക്ക് ഫുള്ള് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ഫസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കട്ട് ബീഡ് വെച്ചിട്ടുണ്ട്, അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ 5 കട്ട് ബീഡ്, പിന്നെ നമ്മളൊരു 10 കട്ട് ബീഡ് വെച്ച് ചെയ്തിട്ടുണ്ട്, പിന്നെ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ 17 കട്ട് ബീഡ്, പിന്നെ താഴോട്ട് നമ്മൾ സ്റ്റെമ്മ് കൊടുത്തിട്ടുണ്ട്, 2 സൈഡും ലീഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ മെത്തേഡ് തന്നെയാണ് നമുക്ക് യോക്ക് ഫുള്ളും ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെ വരുന്നത് കേട്ടോ. RDX ആക്ട്രസ് ഐമ ഇൻസ്പയർഡ് ഡ്രസ്സായിട്ടാണ് ഞാൻ ഈ വർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്ക് തന്നെയാണ് ഞാൻ ഈ വർക്ക് ചെയ്തതും. ഈ കളർ കോമ്പിനേഷൻ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തത് കേട്ടോ. യെല്ലോയിൽ റെഡും ഗ്രീനും കോമ്പിനേഷൻ നന്നായിട്ടുണ്ടായിരുന്നു. വർക്ക് ചെയ്തപ്പോഴും കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ജോർജറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ. SN ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.